ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചണറ്റ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ്. അതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതും, ഒരു ക്യാരറ്റും 6-7 ബീൻസും ഒരു പിടി ഗ്രീൻ പീസും ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിൽ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഗ്രീൻ പീസ് സെപ്പറേറ്റ് വേവിച്ചെടുത്തതാണ്. ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് ആണെങ്കിൽ അത് വെജിറ്റബിൾസ് വേവിക്കുമ്പോൾ അതോടൊപ്പം ഇട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാം. സ്റ്റൂവിലേക്ക് ആവശ്യമായ ചേരുവകളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 4 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് 2-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം സ്റ്റൂവിന് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി കുറച്ച് വെള്ളവും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തിളപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ മൈദപ്പൊടിയുടെ ഒരു പച്ചച്ചുവ മാറില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി കറി ചെറുതായി ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറു ചൂടായ ഗ്യാസിൽ നിന്നും മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് നെയ്യിൽ താളിച്ച് ഇതിലേക്ക് ചേർക്കാം. നെയ്യിൽ കാഷ്യൂ നട്ട്സ് താളിച്ച് ഇതിൽ ചേർക്കുമ്പോഴുള്ള ആ ഒരു മണവും രുചിയും ഒന്ന് വേറെ തന്നെയാണ്. ഇത് തീർച്ചയായിട്ടും കറിക്ക് നല്ലൊരു രുചി തന്നെ നൽകും. ഇനി ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.